ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇറാനിൽ കലാപം ഉണ്ടാകുമോ ഇല്ലയോ. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇറാൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഈ 12 ദിവസം വാറിന് ശേഷം അതായത് അവിടെയുള്ള ലോക്കൽ ജേർണലിസ്റ്റുകൾ, അവിടുത്തെ റെജീം, അതായത് ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ അവരുടെ ഇടയ്ക്ക് പറച്ചിൽ തുടങ്ങി. എന്തിനു വേണ്ടിയാണ് ഇറാനിയൻ ഗവൺമെൻറ്, അതായത് ഇറാനിയൻ ഭരണകൂടം ഇങ്ങനൊരു ഉദ്യമത്തിന് മുതിർന്നത്? ഇത് എന്തൊക്കെ നേട്ടമാണ് ഉണ്ടായത്? രാജ്യം തകർത്തുപോയി. ഇതിൻ്റെ ആരാണ് ഉത്തരവാദി? നോർമലായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ ആളുകൾക്ക് ഇടയ്ക്ക് ഇത് എന്തിനു വേണ്ടി ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു, എന്തു പ്രയോജനമുണ്ടായി, ആർക്കാണ് കൂടുതൽ നഷ്ടമുണ്ടായത്? ആ രീതിയിലുള്ള ടോക്സ് ഇറാനിയൻ മീഡിയ ജേർണലിസ്റ്റുകളാണെങ്കിലും ലോക്കൽ ജേർണലിസ്റ്റുകളാണെങ്കിലും അതവർ ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റുകളോട് പറയാൻ തുടങ്ങി. അതായത് അങ്ങനൊരു സീരിയസ് ടോക്സ് ഏറ്റവും കൂടുതൽ ഇറാനിയൻ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ ഉൾപ്പെടെ സംസാരിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണിത്? നോർമൽ ക്വസ്റ്റ്യനാണ്. ഒരു വലിയ ദുരന്തമുണ്ടായി, അതിന് പൂർണ്ണമായും കാരണക്കാർ ഇറാനിയൻ ഭരണകൂടം. അതിൽ അൾട്ടിമേറ്റ്ലി എന്ത് ഗെയിൻ ചെയ്തു? അവരുണ്ടാക്കിയെടുത്ത, പണം മുടക്കി ട്രെയിൻ ചെയ്തുണ്ടാക്കിയെടുത്ത ഇസ്ലാമിക ഷിയ മിലിറ്റൻ്റായ ഹിസ്ബുള്ള എവിടെ പോയി? ഹൂത്തികൾ എവിടെ പോയി? ഹമാസ് എവിടെ പോയി? മറ്റ് 10-12 വേറെയുള്ള ഷിയ ഗ്രൂപ്പുകളുണ്ട് ഇറാഖിലുള്ള, അവരെവിടെ പോയി? ആരുമില്ല. ഇത്രയും പണം മുടക്കി, അതായത് IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, അവൻ്റെ സീനിയർ നേതാക്കൾ തട്ടിപ്പോയി. അതേപോലെ അവിടുത്തെ പാരാമിലിറ്ററി സീനിയർ നേതാക്കൾ തട്ടിപ്പോയി. ആ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അസറ്റുകളാണ് ഇതൊക്കെ. അതേപോലെ അവരുടെ സയൻറ്റിസ്റ്റുകൾ, എത്രയോ പേര് തീർന്നുപോയി. ഇതിനൊക്കെ റീവാമ്പ് ചെയ്ത് തിരിച്ചെടുക്കാൻ വേണ്ടി എത്ര സമയമെടുക്കും? ചോദ്യമാണ്. ഇപ്പോൾ ഇറാനി IRGCക്കകത്ത് തന്നെ ഈ ഖുമൈനിയുടെ അടുത്ത ആളുകളാണ് മുഴുവൻ തട്ടിപ്പോയത്. ഇതെല്ലാം മതപരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. അപ്പം മറ്റുള്ള ഒരു സെക്കൻഡ് ലീഡേഴ്സും തേർഡ് റാങ്ക് ലീഡേഴ്സും ഉറപ്പായിട്ടും ഇത് ചോദ്യമുണ്ടാകും. ഒരു വാറാണെങ്കിൽ അതിൻ്റെ അകത്ത് നിൽക്കുന്ന പട്ടാളക്കാരാണെങ്കിലും അവർക്കൊക്കെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്, എന്ത് ചെയ്യണം. പക്ഷേ ലീഡേഴ്സ് എല്ലാം തട്ടിപ്പോയി, സയൻറ്റിസ്റ്റുകൾ തട്ടിപ്പോയി, പാരാമിലിറ്ററി ലീഡേഴ്സ് തട്ടിപ്പോയി, സീനിയറായിട്ടുള്ള മറ്റുള്ള ആൾക്കാർ തട്ടിപ്പോയി, ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും തകർന്നു നാശമായി. നോർമൽ ചോദ്യം ഉണ്ടാകും. അതായത് പിന്നീട് മനസ്സിലാക്കുക, ഏകദേശം 1500ഓളം പേര് എയ്വിൻ ജയിൽ പൊളിച്ച് കഴിയുമ്പോൾ പുറത്ത് ചാടി. പല ആൾക്കാരും അവരെ പിന്നെ റീ അറസ്റ്റ് ചെയ്യാനൊന്നും ഇറാൻ ശ്രമിച്ചൊന്നുമില്ല. അവർ പോയിക്കോട്ടെ വിചാരിച്ചു. കാരണം അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. കാരണം ഈ മറ്റു പല ജയിലുകളിൽ നിന്നും ആൾക്കാർ ചാടി. അതായത് ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് മുഴുവനും തകരുകയാണ്. അതാണ് ഈ വീഡിയോയുടെ പ്രസക്തി. കലാപം ഉണ്ടാകുമോ ഇല്ല. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഈ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? റെജീം ചേഞ്ച് ചെയ്യുന്ന മറ്റുള്ള ഇസ്രായേലും അമേരിക്കയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇറാൻ്റെ അകത്ത് തന്നെ റെജീം ചേഞ്ചും കലാപവും ഇതിനുള്ള പോസിബിൾ ചാൻസസ് തള്ളിക്കളയാൻ പറ്റത്തില്ല. സിമ്പിളാണ്. പട്ടിണിയും പരിവട്ടവും ഒരു ലക്ഷ്യബോധമില്ലാതെ ഒരു വലിയ വിഭാഗം ജനത്തെ ഒരു ഗവൺമെൻറ്റിനെ നയിക്കാൻ പറ്റത്തില്ല. ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ കൂടുതൽ മനസ്സിലാകും. കാരണം പിന്നെ അവരുടെ പോലും ഇല്ലാതാകും. അവിടുന്ന് വിട്ടു ഒത്തിരി പേര് പോയിട്ടുണ്ട്. എല്ലാം കൂടെ അടച്ചു പൂട്ടിയാൽ തിരിച്ചു വന്നതിന് പലർക്കും വീടുകളില്ല. അവരുടെ അസറ്റുകൾ മുഴുവനും പോയി. ഇനി അവരെങ്ങനെ ജീവിക്കും? മൾട്ടിപ്പിൾ ചോദ്യമാണ്. ഇപ്പോൾ എല്ലാ രാജ്യത്തും വലിയ ഭയങ്കരമായിട്ട് വാർ നടക്കും. നമ്മൾ ഇത് നോക്കുക, എന്താണ് ഇറാഖിൽ സംഭവിച്ചത്, എന്താണ് പിന്നീട് ലെബനനിൽ സംഭവിച്ച്, സിറിയ സംഭവിച്ചത്. കാരണം പിന്നെ ജനങ്ങളെല്ലാം അങ്ങ് എതിർക്കും. പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യം. ഇപ്പോൾ ഒരു മുല്ലപ്പൂ വിപ്ലവം, ആ സംഭവം, ഒരു ചെറിയ സംഭവം
അവിടെ ആ രാജ്യത്ത് മുഴുവനും, ആ അറേബ്യൻ രാജ്യത്ത് മുഴുവനും കയറിയടിച്ച് നാശക്കോടാലിയായിപ്പോയി. അത്രയേ ഉള്ളൂ ഈ റെജീമിൻ്റെ ഭരണകൂടം എന്ന് പറയുന്നത്. ജനാധിപത്യം അല്ലാതെ മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിൻ്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഇബ്രാഹിം റൈസി എന്ന് പറഞ്ഞ നേരത്തെ ഇറാൻ്റെ പ്രസിഡന്റ്, എനിക്കറിയാം, എയർ ക്രാഷിലാണ് മരിച്ചത്. അത് അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേലി ലേസറിലാണ് ഇയാൾ തട്ടിപ്പോയത്. അവസാനം അയാളെപ്പോലും അവിടെ തിരഞ്ഞെടുത്തത് ജനാധിപത്യപരമായിട്ടല്ല. കാരണം മെജോറിറ്റി വോട്ടുകളും മുഴുവനും കള്ള വോട്ടും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത് തോറ്റയാളെ ജയിപ്പിച്ച് പ്രസിഡൻ്റായിട്ട് കൊണ്ടുവന്നു. അലി ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തൻ. അയാളെയാണ് അടുത്ത അയത്തുള്ള ആക്കാനുണ്ടായ ഖമേനിയുടെ നോട്ടം വെച്ചിരുന്നത്. പക്ഷെ അയാൾ തട്ടിപ്പോയി. അതായത് ഫർദറായിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറേബ്യൻ രാജ്യത്തല്ല, ലോകത്തെല്ലാ രാജ്യത്തും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ നാച്ചുറൽ കലാമിറ്റി അല്ല, അല്ലാത്തുള്ള ദുരന്തം, അതായത് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചു വരുത്തുന്ന ദുരന്തം രാജ്യത്തെ എല്ലാവരെയും ബാധിക്കുമ്പോൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നവനും ആലോചിക്കും, പിന്നെന്തിനാ ഇവരെ ഭരിക്കുന്നത്, ഇവരെ കൊണ്ട് നാശം മാത്രമേ ഉള്ളൂ. അതായത് IRGC എന്ന് പറഞ്ഞാൽ അതിന് തലയില്ലാതായി. അവിടുത്തെ ഒരു കോമൺ ഫോറം ഉണ്ട്, റെഡ് ക്രസൻറ്റ് എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പം മൾട്ടിപ്പിളായിട്ടുള്ള എല്ലാ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അനാലിസിസ് അനുസരിച്ച് മറ്റുള്ള മീഡിയയിലൊക്കെ വായിച്ചിട്ട് ഇറാനിൽ വെരി സൂൺ, അതായത് 1-2 മാസത്തിനുള്ളിൽ തന്നെ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ ഒന്നിടങ്കം പഴയ പോലെ ഇസ്ലാമിക് റവല്യൂഷൻ, റിവേഴ്സ് റവല്യൂഷൻ ഉണ്ടാകും. പിന്നീട് അവിടെ ഒരു ജനാധിപത്യം ഉണ്ടാകാനുള്ള പോസിബിൾ ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല.